ആ കേന്ദ്രം പറഞ്ഞു എന്നുള്ള വിവരം വന്നാൽ പോരല്ലോ, കേന്ദ്രം പറയണ്ടേ? കേന്ദ്ര റെയിൽവേ മന്ത്രി അതിന് ശേഷം കണ്ട് സംസാരിച്ചല്ലോ. സംസാരിച്ചപ്പോൾ കേന്ദ്രമന്ത്രിക്ക് ഇതിൻ്റെ വിവരമില്ല. അടുത്ത ദിവസം തന്നെ, അതായത് ശ്രീധരൻ പറഞ്ഞതിന് ശേഷം. ഞങ്ങൾ എന്തിനാണ് ഇത്ര ഈ ഒരു ആവശ്യമില്ലാത്ത ചോദ്യം? നമുക്ക് വേണ്ടത് എന്താ? കേരളയിലായാലും ഇനിയിപ്പോൾ ശ്രീധരൻ്റെതായാലും ഇപ്പോൾ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചത് ഏതായാലും ഒരു അതിവേഗ അല്ല അർദ്ധവേഗ ട്രെയിൻ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകണം. അതിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ? ഉണ്ടോ? അത് പറ, അത് ആദ്യം. അതിൽ തർക്കമുണ്ടോ? ആ തർക്കം UDF-നുണ്ട്. ഞങ്ങൾ കേരളയിൽ കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു തർക്കം? UDF അതിനെ കുറ്റി പൊരിക്കാനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സാഹസികമായ രീതിയിൽ പ്രവർത്തിച്ചത്. കുറ്റി പൊരിക്കാൻ നടന്ന കുറേ ആൾ കുറ്റിയുടെ കേരളയിൽ തന്നെ എന്താ ആവശ്യം? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ സംയുക്തമായിട്ട്. അത് മനസ്സിലായില്ലേ ആരാ പറഞ്ഞതെന്ന്? അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ജോയിന്റ് വെഞ്ചറിൻ്റെ ഭാഗമായി ഒരു പരിപാടി ആസൂത്രണം ചെയ്താൽ ആവശ്യമായ സഹായവും ആവശ്യമായ പിന്തുണയും ഞങ്ങൾ നൽകും എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി വെച്ചിട്ടാണ് ആ പരിപാടി ആരംഭിച്ചത്. വെറുതെ ആരംഭിച്ചതല്ല. എപ്രൂവലപ്പം കിട്ടുക? എപ്രൂവലപ്പം കിട്ടുക? വെറുതെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു എപ്രൂവലപ്പം കിട്ടുക? എന്തെല്ലാം കടമ്പകൾ കടന്നതിന് ശേഷമാണ് ഒരു പരിപാടിക്ക് എപ്രൂവൽ കിട്ടുന്നത്? എന്താ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല? അത് രാഷ്ട്രീയമാണ്. അതെന്തെങ്കിലും പറയാൻ പറ്റാത്തത്? അതെന്താണ്? അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ലേ? അതാണ് കേന്ദ്ര ഗവൺമെൻറ്. കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെക്കുന്നതല്ല, കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മുന്നോട്ടേക്ക് വെച്ച ഒരു പരിപാടിയെ ആ കേന്ദ്ര ഗവൺമെൻറ് തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാങ്ഷൻ തരാതിരുന്നു. പിന്നെ അത് വരുന്ന ഈ ഭൂമി എക്വിസിഷൻ്റെ നിയമം അറിയോ? ഇല്ല, അറിയില്ല. പഠിക്കണം. എന്നാലും അത് അതുപോലെ പഠിക്കാദ്യം. അതായത് ഭൂമി കേൾക്ക് പ്രതിപക്ഷ നേതാവ് എന്തെല്ലാം പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തെല്ലാം കേസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. തോന്നിയാസം കേസ് കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുമാണ് ഇവർ എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കേസുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. എന്ത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യം? ഞാനതിന് അച്ഛനെയും അമ്മയെയും കൊന്ന കേസിൽ കേട്ടോ നിങ്ങൾക്കെന്താ ഇത്ര വെപ്രാളത്തിനാ? അച്ഛനെയും അമ്മയെയും കൊന്ന കേസിൽ പ്രതിയോട് അവസാനം ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പറയുമ്പോൾ എന്താ പ്രതി പറയുന്നത്? എൻ്റെ അച്ഛനുമില്ല അമ്മയുമില്ല, ഞാൻ ഏകനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് കോടതി എന്നെ വെറുതെ വിടണം എന്നാണ്. ഇതാണ് അതിന് മറുപടി കേട്ടോ. അച്ഛനെയും അമ്മയെയും കൊന്നതിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ടു പോയി, അച്ഛനുമില്ല എനിക്ക് അമ്മയുമില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് നിങ്ങൾ എന്തില്ല എന്നാണ് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു 25 കൊല്ലത്തിൻ്റെ അപ്പുറം വികസനത്തെ കണ്ട് കേരളത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന്, കേന്ദ്ര ഗവൺമെൻറ് അല്ലാണ്ടല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ഏതാണ്ട് തിരൂര് വരെ റെയിൽവേയുടെ ഭാഗമായിട്ടും അതിന് അപ്പുറത്തുള്ളത് പുതിയ ലൈനും എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് കാര്യങ്ങൾ തയ്യാറാക്കി DPR തയ്യാറാക്കി അയച്ചവർ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെൻറ്റാണ് എന്നുള്ളതുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചത്. എന്നിട്ട് അത് കുറ്റിപൊരിക്കാൻ പുറപ്പെട്ട ആളുകളെ കുറ്റിപൊരിച്ചതിൻ്റെ അടിസ്ഥാനം വേറെന്തോ ആണെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അല്ല, ശ്രീധരൻ്റെ കാര്യം ഗവൺമെൻറ് പറയുന്നില്ല. അല്ലല്ല, കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തരുന്നതിന് പോലുമില്ല. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടാണ് ചെയ്തത്. എല്ലാ രേഖയുണ്ട്, പറഞ്ഞതിന് എല്ലാം മുഴുവൻ രേഖയുണ്ട്. DPR തയ്യാറാക്കാൻ വേണ്ടിയുള്ള രേഖയുണ്ട്. DPR തയ്യാറാക്കി കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടയച്ച രേഖയുണ്ട്. എന്താ രേഖ? എവിടെ രേഖ പോയിന്നാ നിങ്ങളല്ല പറയുന്നതിന് വല്ല അവസ്ഥ വേണ്ട. എല്ലാ രേഖയുണ്ട്. രേഖ ഇതൊന്നും ആർക്കൈവ്സിൽ പോയി പരിശോധിക്കേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഏത് രേഖ വേണമെങ്കിൽ ഞാൻ തരാം. ഇല്ല, രേഖയില്ല. അല്ല, കേന്ദ്രത്തിൽ അംഗീകരിക്കാതെ ഇപ്പൊ സതീശൻ പറഞ്ഞല്ലോ. കേരളത്തിലെ കേരളയിൽ വേണ്ട, ഇനി ശ്രീധരൻ പറയുന്ന റെയിലാണ് വന്നോട്ടെ എന്നാണ്.
അവസരവാദപരമാണ്. അവസരവാദം എന്ന് പറയുന്നത് ഇതിന്റെ പേരാണ് അവസരവാദം. ഓ, അതൊക്കെ ഞങ്ങൾ ഒഴിവായിക്കും. അതിന് നിങ്ങൾ ഭയപ്പെടണ്ട. ജനങ്ങൾക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിഷമവും പ്രയാസവും പരിഹരിച്ചുകൊണ്ടല്ലേ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ഈ റെയിൽ വന്നാലും ഇനി വരാൻ പോകുന്ന റെയിൽ സംബന്ധിച്ചുള്ള കാര്യമായാലും ഒക്കെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാം. പക്ഷേ കോൺഗ്രസിന്റെയും വി ഡി സതീശന്റെയും ആശങ്ക പരിഹരിക്കാൻ പറ്റില്ല കേട്ടോ. അത് പറയാം സൂക്കേട്. വേഗം വന്നോട്ടെ. ഓ, പിന്നെ സംശയം. ഓ, അതങ്ങിരിക്കും. ഞങ്ങൾക്കായാലും തർക്കമില്ല. ഇന്നത് ഞങ്ങൾക്ക് ബന്ധം പിടിക്കേണ്ട കാര്യമില്ല. വേഗം ഒരു 3 മണിക്കൂർ 54 മിനിറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ഒരു 4 മണിക്കൂർ മുമ്പായിട്ട് തിരുവനന്തപുരം നിന്ന് കാസർഗോഡ് എത്താൻ കണ്ടു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വന്നാൽ മതി. അത് ആരാ കൊണ്ടുവരുന്നത് ആര് കൊണ്ടുവരുന്നത് നമുക്ക് തരില്ല. അത് അദ്ദേഹം പറയുന്നില്ല. അയാൾ കഴിഞ്ഞ മുഖ്യമന്ത്രി ആയതല്ലേ. മണ്ഡലം പ്രോജക്റ്റിനെ പറ്റി ഞാനെന്തിനാധികം പറയേണ്ട കാര്യം? ഞാനാണ് അടുത്ത കേരളത്തിന് മുഖ്യമന്ത്രി, അതിനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് ശ്രീധരൻ. അതുകൊണ്ട് ഈ ശ്രീധരനെ പറ്റി എനിക്കാ പറയാൻ ഒരു ഉത്കണ്ഠയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അദ്ദേഹം തന്നെ മാറ്റിപ്പോകും. എന്നാൽ ശ്രീധരൻ്റെ പരിപാടിയാണ് വരുന്നത്. ശ്രീധരൻ്റെ പരിപാടി വന്നോട്ടെ. നമുക്ക് റോഡ് ഈ അതിവേഗത്തിലോ അല്ലെങ്കിൽ അർദ്ധവേഗത്തിലോ ഉള്ള റെയിൽ സംവിധാനം പോകണമെന്നേ ഉള്ളൂ.